ിരിക്കുന്നത് ധനുഷിൻ്റെ 50ാം ചിത്രമായിട്ട് ഇറങ്ങിയിട്ടുള്ള രായൻ എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ്. രായൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ധനുഷ് തന്നെയാണ്. അതിൻ്റെ തിരക്കഥയും കഥയും ഒക്കെ നിർവഹിച്ചത് ധനുഷാണ്. ചിത്രമെന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് പുതുമകളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ചെറിയൊരു ചിത്രം. നമുക്ക് കണ്ടിരുന്നാൽ ബോറൊന്നും തോന്നില്ല. തീർച്ചയായും നിങ്ങൾക്ക് ഒരു വട്ടമൊക്കെ തിയേറ്ററിൽ പോയി കാണാം എന്ന് മാത്രം. അല്ലാതെ നിങ്ങൾ വലിയ ഇൻട്രസ്റ്റിലും പുതുമ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. എന്നാലും നമുക്ക് ബോറടിച്ചാതെ ഒരു സിനിമ കണ്ടിറങ്ങാം എന്ന് മാത്രം പറയാം. ധനുഷിനെ നായകനാക്കി ധനുഷ് തന്നെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് രായൻ എന്ന് പറഞ്ഞ ചിത്രം. സൺ പിക്ചേഴ്സാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. ചിത്രം അതിഗംഭീരമായ സ്റ്റോറി ഒന്നുമില്ലെങ്കിലും ഒരു ചേട്ടൻ്റെയും അതുപോലെ തന്നെ രണ്ട് അനിയന്മാരും അതൊരു പെങ്ങളും അവരെ ബേസ് ചെയ്താണ് ചിത്രം പോകുന്നത്. അതിൽ കുറച്ച് രൗഡികൾ വരുന്നതും അതുപോലെ തന്നെ ഈ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഇട്ടുപോയതിനു ശേഷം ചേട്ടൻ വളർത്തുന്നതാണ് ഈ 3 ആളുകൾ. അങ്ങനെ അവരുടെ ലൈഫ് നടക്കുന്ന കാര്യങ്ങളാണ് ചിത്രം കാണിച്ചു തരുന്നത്. അതിലൂടെ പോയിക്കൊണ്ട് പെട്ടെന്ന് നമ്മളെ ഗുണ്ടകളിലേക്ക് തിരികുകയും അങ്ങനെ രൗഡികളിൽ നിന്നും ഇവരെ രക്ഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുകയും അങ്ങനെ മുന്നോട്ട് പോകുന്നതിലൂടെയാണ് കഥ പോകുന്നത്. കഥ ഒറ്റ വാക്ക് പറഞ്ഞാൽ നമ്മൾ കണ്ടു മടുത്ത പല സിനിമകളിലെയും ഫ്രീക്വൻസി ഇതിൽ വന്നുകാണ്ട് പോകും, സ്ക്രീനുകൾ ഇതിൽ വന്നുകാണ്ട് പോകാം. പക്ഷേ ചിത്രം നമുക്ക് ഒരു തവണ കാണാം, ബോറിൽ അടിക്കാതെ തന്നെ നമുക്ക് കണ്ടിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം മാക്സിമം.